എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യൂസാണ്. എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ജ്യൂസ്. സാധാരണ എല്ലാവരും എന്നല്ല, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ പണ്ട് തൊട്ടേ കഴിക്കുന്ന ഒരു ജ്യൂസാണ് ഈ കുമ്പളങ്ങ ജ്യൂസ്. പക്ഷെ ഈ കുമ്പളങ്ങ ജ്യൂസിന്റെ സ്വാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിലെ എല്ലാവർക്കും ഇഷ്ടമില്ല. അപ്പൊ അതന്നെ കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് അറിയുന്നതാണ്. ഈ കുമ്പളങ്ങ ജ്യൂസ് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് പെട്ടെന്ന് കുറയും, നെയ്യുരുക്കി പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് ഗുണ്ടുമണിയായിരുന്ന സമയത്ത് ഇതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലാത്ത കാരണം ഇതൊന്നും നോക്കാറില്ല. അപ്പൊ ഈ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSY സിദ്ധസമാധി യോഗ അങ്ങനെ ഒരു പ്രോഗ്രാം, അതിന് ഞാൻ പോയപ്പോ ആ ഒരു കോഴ്സിന് പോയപ്പോ അവര് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ജ്യൂസ്. അതിൽ കുറെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. പിന്നീട് ഒരിക്കൽ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അവര് ഡെയിലി, അപ്പൊ എനിക്ക് എന്റെ ആവശ്യം അന്ന് ഇത്തിരി വെയിറ്റ് കുറയണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു തന്ന ഒരു ജ്യൂസാണ് ഡെയിലി കഴിക്കാം. അപ്പൊ അത് ഡെയിലി കഴിക്കണോ അതോ ഡെയിലി കഴിക്കാന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് കഴിക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ പറയാം. അപ്പൊ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ ഒരാൾക്ക് ഒരു നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പീസ് കുമ്പളങ്ങ ആവശ്യമുള്ളൂ. അതായത് നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച് കഴിക്കാൻ വേണ്ടി ഈ ഒരു പീസ് ഇത്രയും എടുക്കാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കുമ്പളങ്ങ ജ്യൂസ് ഏത് സംഭവമായിരുന്നു, അതായത് വെയിറ്റ് ലോസിന് നമ്മൾ കഴിക്കുന്ന ഇങ്ങനത്തെ എന്ത് സംഭവങ്ങളാണ്. ഇപ്പൊ ചിലർ പറയും കറുവാപ്പട്ട, അങ്ങനത്തെ പെരിഞ്ചീരകം, അങ്ങനെ പല പല സംഭവങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, എപ്പോഴും ഒരു മാസം മാത്രം അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ ചിലവർക്ക് റിസൾട്ട് ഉണ്ടാവാൻ, ചിലർക്ക് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ കുമ്പളങ്ങ ജ്യൂസിന് പക്ഷെ കുറച്ച് റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ്. എന്തായാലും ഒരു വെജിറ്റബിൾ ജ്യൂസ് ആണല്ലോ ഇത്. നമ്മൾ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പോണത്, എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് കേട്ടോ. എന്നുവെച്ചാൽ നല്ല ടേസ്റ്റാ, ഇങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് വരെ ഇഷ്ടമാവും അങ്ങനത്തെ ഒരു ജ്യൂസാണ്. അപ്പൊ ഈ ഒരു സംഭവം നമ്മളെപ്പോഴും ഒരു മാസം വരെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പിന്നെ അടുത്ത, അതായത് ഒരു 15 ദിവസം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പിന്നെ കഴിച്ചോളാം. അപ്പൊ അങ്ങനെ വേണം ഈ ജ്യൂസൊക്കെ കഴിക്കാൻ. ഈ ജ്യൂസ് മാത്രമല്ല, വെയിറ്റ് കുറയുന്ന എന്ത് ഇങ്ങനത്തെ ജ്യൂസുകളായാലും എന്ത് അങ്ങനത്തെ സംഭവങ്ങളായാലും ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കാൻ പോവാട്ടോ. അപ്പൊ ഇങ്ങനെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് കഴുകിയതിന് ശേഷം നുറുക്കിയിടാട്ടോ. അപ്പൊ ആ 2 പീസ് ഞാൻ കഴുകി കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിടാം. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത് 2 ചെറിയ ഉള്ളി, ഒരൊറ്റ കഷ്ണം ഇഞ്ചി, 2 ചൂഞ്ഞമുളക് ഇല്ലേ ഇവിടെ, കാന്താരി മുളക്. അത് ഓപ്ഷണൽ ആണ്, നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ കൂടെ കഴിക്കും കേട്ടോ. പിന്നെ ഒരു അര ചെറുനാരങ്ങയുടെ നീരും കൂടി നമ്മൾ അതിൽ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, ആവശ്യത്തിന് സോൾട്ട്. ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മുടെ കുമ്പളങ്ങ പീസുകള് നമ്മുടെ മിക്സിയുടെ കപ്പിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ ഉള്ളി, 2 കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ മുളക് ഇട്ടാലും മതി കേട്ടോ. പിന്നെ ഈ ഇഞ്ചിയുടെ കഷ്ണം ചെറുത് മതി, അതിടാം. പുതിന ഉണ്ടെന്ന് വെച്ചാൽ പുതിന ഇടാൻ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം, കുഴപ്പമില്ല. പുതിനയ്ക്കൊക്കെ ഒരു നല്ല ഫ്ലേവർ ആണ്. പിന്നെ ഈ ലെമൺ ജ്യൂസ് നമ്മളിതില് ഒഴിക്കാം. ഇനി ഇതില് ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മള് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതേ ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിച്ചെടുക്കാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാട്ടോ, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. ഇതിപ്പോ ഇത്തിരി കൂടി അകലുള്ള കണ്ണിക്കോടെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇത്രയ്ക്കും ആ ഒരു ഇത് വരില്ല കേട്ടോ.
അപ്പൊ നമ്മൾ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സോൾട്ടും കുറച്ച് കുരുമുളക് പൊടി. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കുടിക്കോ, ഞാൻ കുടിക്കോ അങ്ങനെ പലരും കമന്റ് ഒക്കെ ഇടാറുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുമെന്ന്. ഞാൻ തന്നെ കുടിച്ച് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പൊ അത് വെയിറ്റ് ലോസിന് മാത്രമല്ല, ഇടയ്ക്ക് ഒരു വെജിറ്റബിൾസ് ജ്യൂസ് ഒക്കെ ഈ വേനൽക്കാലത്ത് കഴിക്കുന്നത് സൂപ്പറാണ്. നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് എന്താ പറയാ തണുക്കും അല്ലെ. ചെറുതായി ഐസൊക്കെ വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുടിച്ച് കാണിച്ചു തരാം. നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാം, അല്ലാത്തവർക്കും നല്ലൊരു വെജിറ്റബിൾ ജ്യൂസ് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. ഓക്കെ, ബൈ.